നിൽക്കവിടെ. അല്ല, മോണ താൻ? हाँ यस गुड मॉर्निंग മോണ താൻ അകത്തെങ്ങനെ കടന്നു? വാതിൽ കുറ്റിയിട്ടിരുന്നില്ല. ഹമീദ് ഇന്നലെ ചെയ്തതുപോലെ ഇന്നും മെല്ലെ ഒന്ന് പുഷ് ചെയ്തു. ഇന്നലത്തെ പോലെ ഇന്നും വാതിൽ അടച്ചിരുന്നില്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. മോണ താൻ ചായ എവിടെ വെച്ചുണ്ടാക്കി? കിച്ചണിൽ വെച്ച്. പക്ഷെ കിച്ചണിൽ പാല്. അമിത് അവിടെ എല്ലാം ഉണ്ടെന്നേ. അവിടെ പാലുണ്ട്, ചായപ്പൊടിയുണ്ട്, ഷുഗർ ഉണ്ട്, എല്ലാം. നോക്ക് നോക്ക് അമിത്, എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കരുത് കേട്ടോ. അല്ല, എന്താ കിച്ചണിൽ ഒന്നുമില്ലെന്നാണോ കരുതിയത് അമിത്? എന്താ കിച്ചണിൽ സാധനങ്ങൾ വെച്ചത് യക്ഷിയായിരിക്കുമോ? നോക്കൂ ഇൻസ്പെക്ടർ അമിത്, എന്റെ പേര് മോണ ഠാക്കൂർ എന്നാണ്. ഓക്കെ, ഞാനൊരു വക്കീലാണ്, പക്ഷേ നാഷണൽ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനുമാണ്. ഒരു കാര്യം തുറന്നു പറയട്ടെ, നിങ്ങളോട് മാത്രമേ ഉള്ളൂ എന്റെ സോഫ്റ്റ് ഡീലിംഗ്. അല്ലെങ്കിൽ എന്റെ ഒരൊറ്റ ഹിറ്റ് മതി. ആ, ചായ എടുക്ക്. താങ്ക് യു. അമിത്, ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ എല്ലാം അവിശ്വസനീയങ്ങളാണ്. രാത്രിയിലെ ബംഗ്ലാവിന്റെ ഉൾഭാഗം ആരെയും ഭയപ്പെടുത്തും. ദുർബലനായ ഒരു വ്യക്തി അവിടെ ചെന്നുപെട്ടാൽ അയാളുടെ ഹാർട്ട് ഫെയിലായി പോകും. അവിടെ വെച്ച് കൊല്ലപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ രാത്രിയിൽ ആ പഴയ ബംഗ്ലാവിന്റെ ഉൾഭാഗം കണ്ട് പേടിച്ചതുകൊണ്ടുമായിരിക്കാം. അല്ലെങ്കിൽ അവർ വല്ല ഭീകര രൂപത്തെ അവിടെ കണ്ടിരിക്കാം. അത് കണ്ട് പേടിച്ചു മരിച്ചതാകാം. പക്ഷെ ഇന്നലെ ഞാൻ അവിടെ ഒരു ഭീകര രൂപത്തെയും കണ്ടില്ല എന്നതും വാസ്തവമാണ്. ഓക്കെ അമിത്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സർ, അടുത്ത നീക്കവും അവരുടേതായിരിക്കും. ഒന്നുറപ്പാണ്, ഇന്ന് രാത്രി അവിടെ എന്തെങ്കിലും സംഭവിച്ചിരിക്കും. ബി കെയർഫുൾ അമിത്. സഹായത്തിന് ആരെങ്കിലും വേണമെങ്കിൽ തീർച്ചയായും കൊണ്ടുപോകണം. സർ, പിടിക്കേണ്ടത് യക്ഷിയെയാണ്. യക്ഷി തീർച്ചയായും വിജനതയിലേ വരൂ, നിശബ്ദതയിലേ വരൂ. അവരുമായുള്ള കൂടിക്കാഴ്ച
ഏകാന്തതയിലേ നടക്കൂ.